പക്ഷേ എൻ്റെ ഭ്രാന്ത് അങ്ങനെയായിരുന്നു. ഞാൻ അവിടെയും വിട്ടില്ല. ഞാൻ പിന്നാലെ പോയി. ഇനി കിട്ടുകയാണെങ്കിൽ അത് ഒറിജിനൽ അമുലെറ്റ് ആയിരിക്കണം. അങ്ങനെ പോയി ഞാനൊരു സാധനം കണ്ടു. അദ്ദേഹം ഈജിപ്തിലാണ്. ആള് ഒരു ബ്ലാക്ക് മജീഷ്യനാണ്. ഇതൊക്കെ അവർ പറയുന്ന സ്റ്റോറീസാണ്. ഞാനതിന് അന്ന് വിശ്വസിച്ചിട്ടില്ലായിരുന്നു. സ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ നടന്ന ചില ഇൻസിഡൻസ് ഉണ്ട്. ആ ഇൻസിഡൻസ് അറിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അത് വിശ്വസിച്ച് പോകും. ഞാൻ എന്തോ സെർച്ച് ചെയ്യുന്നതിനിടയിലാണ് ഞാൻ ഈ ഒരു സാധനം കാണുന്നത്. ഇത് കണ്ടു. അത് ഒരു എന്താ പറയുക, ഞാൻ സെർച്ച് ചെയ്തത് ഞാൻ പറയാം. ഞാനൊരു സുസുക്കി സാമുറായി എന്ന് പറയുന്ന ബൈക്ക് ഉണ്ടല്ലോ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് ക്ലാസിക്സിനോടൊക്കെ കുറച്ച് താല്പര്യമുള്ളതുകൊണ്ട്, പഴയ വണ്ടികളോട് കുറച്ച് താല്പര്യമുള്ളതുകൊണ്ട് വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടല്ല, ജസ്റ്റ് ഓക്കെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം എത്ര റേറ്റ് വരും എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ചുമ്മാ ഞാനിങ്ങനെ നോക്കും. പല വെബ്സൈറ്റുകളിൽ, ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ നോക്കും. ഈ ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നിങ്ങൾക്ക് പലപ്പോഴും ചിലപ്പോൾ നിങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടാവും. മാർക്കറ്റ് പ്ലേസിൽ ഞാനിങ്ങനെ സെർച്ച് ചെയ്യും. ഡൈകാസ്റ്റ് കാറുകൾ ഞാൻ സെർച്ച് ചെയ്യും. എനിക്ക് ഡൈകാസ്റ്റ് കാറുകൾ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ തന്നെ ക്ലാസിക്സ്. ഇപ്പം എൻ്റെ ചാർജർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചാർജർ ഇത് വൈഫ് വാങ്ങിച്ചതെന്നാണ് എനിക്ക്. പിന്നെ ഇപ്പം അടുത്ത് ഞാൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു വണ്ടിയാണ് ബീറ്റിൽ 39 മോഡൽ. ഇതൊക്കെ ആ ഫിനിഷിങ് ഭയങ്കര ഫിനിഷിങ്. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര താല്പര്യമാണ്. സോ അത് നമ്മുടെ കൊക്കിലൊതുങ്ങുന്നതാണെങ്കിൽ ഞാനത് വാങ്ങി വയ്ക്കും. ഇപ്പോൾ 2-3 ഒരു മോറിസ് മൈനർ ഞാൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരും. പിന്നെ അങ്ങനെ കുറേ വണ്ടികളും സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരിക്കൽ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഒരു പഴയ ലോക്കറ്റ്, ഒരു ഈജിപ്ഷ്യൻ സാധനത്തിലുള്ളൊരു ലോക്കറ്റ് കണ്ടത്. ഞാനത് ക്ലിക്ക് ചെയ്തു. എനിക്കത് ഭയങ്കര ഇഷ്ടം. അതൊരു ഒരു ഒരു പഴകിയ വെള്ളീൻ്റെ ഒരു സാധനമാണ്. ക്ലിക്ക് ചെയ്ത് ഞാൻ അതിൻ്റെ പ്രൊഫൈലിൽ കയറിയ സമയത്ത് ഇയാളുടെ പ്രൊഫൈലിൽ ഇത്തരത്തിലുള്ള കുറേ സാധനങ്ങളും കുറച്ച് ഡാർക്ക് വിഷയങ്ങളെക്കുറിച്ചും ഒക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പം എനിക്ക് താല്പര്യം തോന്നി. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പേഴ്സണൽ പ്രൊഫൈലിൽ നിന്നും ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് ഞാൻ മാറിയിട്ട് ഞാൻ ബേപ്പൂർ സുൽത്താൻ്റെ പേജ് കയറിയിട്ട് ഞാൻ അതുവഴി ചെക്ക് ചെയ്തു. ഈ പ്രൊഫൈലിലേക്ക് ചെക്ക് ചെയ്തു. കാരണം പേജ് കണക്ട് ചെയ്തിരിക്കുന്നത് വേറൊരു പ്രൊഫൈലിലാണ്. അതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഡിസൈനറുണ്ട്. അപ്പോൾ ആളെ മോഡറേറ്ററാക്കി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു അക്കൗണ്ട് വെച്ചിട്ടാണ് ഞാൻ പേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ ഒരു അക്കൗണ്ട് ത്രൂ ഞാൻ ഇതിലേക്ക് കയറിയിട്ട് ഞാൻ ഇയാളുടെ പ്രൊഫൈലൊക്കെ ഒന്ന് നോക്കി. ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ ഇത്തരത്തിലുള്ള എലമെൻറ്റ്സ് ഞാൻ കണ്ടു. കൂടുതലും ജ്വൽസാണ്. അതായത് പഴയ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുക മരതകം എന്നൊക്കെ പറയുന്ന രത്നങ്ങളുണ്ടല്ലോ, ഈ രത്നത്തിന് വെള്ളീൻ്റെയും ഗോൾഡിൻ്റെയും ഒക്കെ കവറിങ് ചെയ്തിട്ടുള്ള നല്ല കണ്ടു കഴിഞ്ഞാൽ പക്ക ഫിനിഷിംഗ് ആയിട്ടുള്ള ലോക്കറ്റ്സാണ്. അങ്ങനത്തതുണ്ട്. പിന്നെ അത്തരത്തിലുള്ള രത്നങ്ങൾ വെച്ചിട്ട് ആ രത്നങ്ങൾ കൊണ്ട് സ്കാർബിനെ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഇയാൾ ഒരു ക്രിയേറ്റർ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് അയാൾ വിൽക്കുകയാണോ അതോ ഇത് കളക്ട് ചെയ്തിട്ട് വിൽക്കുന്ന ആളാണോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരു സാധനം കണ്ടു. ഞാൻ അത് വെച്ച് നോക്കി ഞാൻ ഇയാൾക്കൊരു മെസ്സേജ് അയച്ചു. എനിക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങളോട് താല്പര്യമുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു മോഡൽ, ഒരു റിങ് എനിക്ക് കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുകൊണ്ട് ഞാൻ ഇയാളോട് മെസ്സേജ് അയച്ചു. ഒരാഴ്ച 2 ആഴ്ചയോളം അയാൾ ആ മെസ്സേജ് കണ്ടിട്ട് പോലില്ല. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അയാൾ സ്ഥിരമായിട്ട് ഫേസ്ബുക്ക് ഒന്നും യൂസ് ചെയ്യുന്ന ഒരാളൊന്നല്ല. ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് വന്നിട്ട് നിങ്ങൾ എക്സാക്റ്റ് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എന്താണ് സാധനം. അപ്പം ഞാൻ ആ ആർട്ടിക്കിൾ, അതായത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഒരു അമുലെറ്റിനെ കുറിച്ചിട്ട് വായിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സാധനം എടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സാധനത്തിനെ കുറിച്ച് ഞാൻ വായിച്ചു, ഇത് സത്യമാണോ, ആ ഒരു സ്റ്റോറി സത്യമാണോ, അപ്പോൾ അത് ഷെയർ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും എനിക്ക് മെസ്സേജ് ഞാൻ ഷെയർ ചെയ്ത് തരില്ല. ഞാൻ ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ടും ഞാൻ ഇനി ചെയ്യില്ല, ഞാൻ നിർത്തി. കാരണം ആളുകളെ ഞാൻ വല്ലാതെ വഴിതെറ്റിക്കുന്നു എന്നാണ്
എൻ്റെ ഫാമിലിയിൽ നിന്ന് വരെ എന്നോട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കണ്ട. ഞാനത് ഇയാൾക്ക് അയച്ചു കൊടുത്തു, ഇങ്ങനൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അത് ആൾ വായിച്ചു. ആൾ വായിച്ചിട്ട് എനിക്ക് റിപ്ലൈ അയച്ചു. ആൾ പറഞ്ഞു, ആമുലെറ്റ് റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല വേർഷൻസ് ഉണ്ട്, പല സാധനങ്ങളുണ്ട്. അതായത് പല ദൈവങ്ങൾ, അതായത് ഇപ്പം ഈ അമുലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ, ബാധ എന്ന് പറയുന്നത് പോലെ തന്നെ പരിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും പിന്നെ ഇത്തരത്തിലുള്ള ഡാർക്ക് വിഷയങ്ങൾ ചെയ്യാനും ഈ അമുലെറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. സോ പല ദൈവങ്ങളെയും, ഇപ്പോൾ സേത്ത് എന്ന് പറയുന്നൊരു ദൈവമുണ്ട്. അത് എന്തിൻ്റെ ദൈവമാണെന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. ആൾ പറഞ്ഞ ഒരു ദൈവത്തിനെ കുറിച്ച് ഞാൻ പറയുന്നു. പിന്നെ റാ എന്ന് പറയുന്നൊരു ദൈവമുണ്ട്. അമൻ റാ അല്ല, റാ എന്ന് പറയുന്നൊരു ദൈവം. ഇപ്പോൾ ഇവരെയൊക്കെ കണക്ട് ചെയ്തിട്ട് അത്തരത്തിലുള്ള പൂജകൾ ചെയ്യാം. നമ്മളൊക്കെ ഈ പവിത്രം ധരിച്ചിട്ട് പൂജ ചെയ്യുക എന്നൊക്കെ പറയുന്ന ചില സങ്കല്പങ്ങളുണ്ടല്ലോ. നമ്മളിപ്പോൾ ബലിയിടുന്ന സമയത്ത് പവിത്രം ധരിച്ചിട്ട് ബലിയിടുക, പൂജ ചെയ്യുന്ന സമയത്ത് അങ്ങനെ അതിൻ്റെ കെട്ടുകൾക്ക് വരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആമുലെറ്റ്സ് യൂസ് ചെയ്യുക, അതുപയോഗിച്ചിട്ട് ക്രിയകൾ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ സാധനം പക്ക മമ്മിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള സാധനം തന്നെയാണ്. അതായത് ഒരു ആത്മാവിനെ പരലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആമുലെറ്റ്, അത് അവൈലബിൾ ആണ് സാധനം. പക്ഷേ ഐ എം നോട്ട് റെഡി ടു സെയിൽ ദാറ്റ് എന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് അത് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്, ഞാൻ ഇത്തരത്തിലുള്ള സ്റ്റോറീസൊക്കെ ചെയ്യുന്ന ഒരാളാണ്, അതിനൊരു ഓർണമെൻ്റായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ആവശ്യം. പിന്നെ എനിക്ക് കുറച്ചും കൂടി ഈജിപ്ഷ്യൻ ബേസ്ഡ് ഒരു കോൺസെപ്റ്റ് ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട്. അപ്പം അതിന് അത് ആവശ്യമാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അയാളെ കുറേ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, അയാൾ ഈ കൊടുക്കുന്ന സാധനങ്ങൾക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട്. ആ റേറ്റ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അറിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളെന്തായാലും പറയൂ, എനിക്ക് സാധനം കാണണം, കണ്ടിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പം ഈ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ റേറ്റിൻ്റെ കാര്യം പറഞ്ഞത് എന്നെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്തായാലും അയാൾ പിന്നീട് പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറിയിൽ ആൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് സ്വീകരിക്കുന്ന ആൾക്ക് അപകടങ്ങൾ സംഭവിക്കും. അതായത് നമ്മളൊരു മരണത്തെ കടന്ന് വരും. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും മരിക്കില്ലല്ലോ, അതായത് മരണത്തെ കടന്ന് വരിക എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പം എനിക്ക് ഈ ഒരു സാധനം തന്നാൽ ഞാൻ മരിക്കില്ല, ഞാൻ മരണം കാണും, മരണം കണ്ടിട്ട് ഞാൻ തിരിച്ചു വരും. പക്ഷെ അത് ഉറപ്പില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതേപോലത്തെ ഉറപ്പില്ലായ്മ ചിലപ്പം അപകടം സംഭവിക്കുന്നതിലുണ്ടാവുമായിരിക്കാം, കാരണം എല്ലാവർക്കും ഇത് സംഭവിച്ചുകൊള്ളുന്നില്ലല്ലോ. പക്ഷെ അയാൾ പറയുന്ന അനുസരിച്ച് സംഭവിക്കും. സോ അതുകൊണ്ട് തന്നെ അയാൾക്കിത് വിൽക്കാൻ ബുദ്ധിമുട്ടാണ്. സാധാരണഗതിയിൽ ഒരാൾ കേട്ട് കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ സാധനത്തിൻ്റെ പിന്നാലെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാക്ക് ചെയ്യും. പക്ഷെ ഞാൻ ബാക്ക് ചെയ്തില്ല. ഞാൻ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, ബ്രോ എനിക്കിങ്ങനെ ആവശ്യമുണ്ട്. അതോ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നതിൽ കൂടുതലും ഇയാൾ അയക്കുന്ന മെസ്സേജിനെ കോപ്പി ചെയ്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഇട്ട് അത് നമ്മൾ അയാളുടെ ഭാഷ മാറ്റി ഇംഗ്ലീഷ് മനസ്സിലാക്കി ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് അത് അയാളുടെ ഭാഷയിലേക്ക് മാറ്റിയിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. സോ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഈ വിഷയം ആ വ്യക്തിയോട് സംസാരിക്കുന്നത്. അങ്ങനെ അയാൾ പറഞ്ഞു, ഞാനത് അയക്കാം, പക്ഷെ ഇത്ര രൂപയാവും. ആ രൂപ എത്രയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭ്രാന്തിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയും. അത് നിങ്ങൾ തിരിച്ചറിയണ്ട. ഇപ്പം ഞാൻ നോർമലാണെന്ന് പറഞ്ഞുകൊണ്ട് അത്രയും എക്സ്ട്രീമായിരുന്നു. ഞാൻ ഓക്കെ പറഞ്ഞു. എൻ്റെ കയ്യിൽ അത്രയും ക്യാഷ് എടുക്കാനൊന്നുമില്ല, പക്ഷേ ഞാൻ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഞാനത് പേ ചെയ്തു. ഞാൻ പേ ചെയ്യുമ്പോൾ പോലും ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു 9,000 രൂപയ്ക്ക് ഈ സാധനം വാങ്ങിയിട്ട് എനിക്ക് വന്നിട്ടില്ല. ആ ഒരു നഷ്ടം അപ്പുറത്തുണ്ട്. പക്ഷേ അതുപോലും നോക്കാതെ ഞാൻ ഈ സാധനം വാങ്ങി. ആ 9,000 രൂപ കൊടുത്ത് വാങ്ങിയ സാധനം ബാംഗ്ലൂർ വരെ എത്തിയിട്ട് എനിക്ക് കിട്ടാതായതാണ്. ആ കിട്ടാതായതിൻ്റെ കാരണമായിട്ട് പറയുന്നത് കസ്റ്റം ഡ്യൂട്ടിയാണ്. അത് നമ്മളുടെ രാജ്യത്തേക്ക് അതിന് കടക്കാൻ പറ്റുന്നില്ല. അത് പോയി, അത് നഷ്ടമായി. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അനുഭവമുള്ള ഒരാൾ വീണ്ടും ഒരു സാധനം പർച്ചേസ് ചെയ്യുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അന്നത്തെ എനിക്ക് അത് കിട്ടാതിരിക്കാനുള്ള കാരണം ഫെഡെക്സ് എന്ന് പറയുന്ന കൊറിയറാണ്. അവർ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഭയങ്കരമായിട്ട് നോക്കുന്ന ആളുകളാണ്. അവർ കസ്റ്റം ഡ്യൂട്ടി ക്ലോസ് ചെയ്യാതെ, അതായത് കസ്റ്റം ഡ്യൂട്ടി ക്ലോസ് ചെയ്തിട്ട് തന്നെ ആ സാധനം എടുക്കണം എന്ന് നമ്മൾ താല്പര്യപ്പെട്ടിരുന്നത്. പക്ഷേ ഒരു ദിവസം 7,000 രൂപയുടെ മുകളിൽ കസ്റ്റം ഡ്യൂട്ടി അവർ ചാർജ് ചെയ്തിരുന്നു. അതായത് അതിൻ്റെ റെൻ്റ് എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ ഞാൻ ഈ സാധനം അറിയുന്നത് തന്നെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം, 7000 രൂപ വെച്ചൊരു 10 ദിവസം 70,000 രൂപ, 9,000 രൂപയുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ എടുക്കുന്നത് 79,000 രൂപയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും വാങ്ങില്ല. ഞാൻ അതിനെക്കുറിച്ച് പോയതുമില്ല. സോ അത്രയും നഷ്ടം ഉണ്ടായിട്ടും ഞാൻ വീണ്ടും ഇങ്ങനത്തെ ഒരു ഇതിന് തല വെച്ചു എന്ന് പറയുമ്പം നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും എത്രത്തോളം ഞാൻ മൃഗീയമായിരുന്നു എൻ്റെ ഭ്രാന്ത് എന്നുള്ളത്. പക്ഷേ ഈ പ്രശ്നം, അതായത് ഞാൻ അനുഭവിച്ച ഈ ഒരു എന്താ പറയുക കസ്റ്റംസിൻ്റെ പ്രശ്നം വന്നപ്പോഴേ ഞാൻ അവിടെ ഒരു കോണ്ടാക്റ്റ് സെറ്റ് ചെയ്തു. എനിക്ക് ബാംഗ്ലൂർ ഈ ഒരു കസ്റ്റംസിൽ നല്ലൊരു സുഹൃത്തിനെ സെറ്റാക്കി. ആ ഒരു കണക്ഷൻ എനിക്ക് കിട്ടിയത് നമ്മളുടെ നെടുമ്പാശ്ശേരിയുള്ള ഒരു ഓഫീസറാണ്. ആളുടെ അടുത്ത് ഈ കഥകൾ ഞാൻ പറഞ്ഞപ്പോഴാണ് ആൾ എനിക്ക് ബാംഗ്ലൂരിലുള്ള ആളെ പരിചയപ്പെടുത്തി തന്നത്. അത് വേറെ സ്റ്റോറി. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നതിൻ്റെ ഒരു മാസം മുമ്പേ ഞാനത് വാങ്ങി. അത് ട്രാൻസിറ്റിലാണ്. അത് ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഈ സാധനം എടുത്തു. അവനിപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. എന്താ നമ്മളതൊന്ന് കാണേണ്ടത്? എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കുക? അതങ്ങനെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനങ്ങളിലൊക്കെ എന്തെങ്കിലും എന്താ പറയുക, ഇപ്പം അതിനൊരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട് എന്നാണ് പറയുന്നതെന്ന് വിചാരിച്ചോ, നമ്മളത് വിശ്വസിക്കില്ല. പക്ഷേ അവർ പറയുന്ന ചില സാധനങ്ങളും നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ചില ഷെയ്ഡ്സും അവർ പറഞ്ഞ പോലെ സംഭവിക്കുകയും ചെയ്താൽ നമ്മളത് വിശ്വസിച്ചു പോകല്ലേ. അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ടും ഉണ്ടായിട്ടുണ്ട്.